ഇനി ഞാൻ ഈ ഒരു ബർഗറിലേക്കായിട്ട് ഷാഡോ ആണ് ആദ്യമായിട്ട് ഇടാൻ പോകുന്നത്. ഇനി ഞാൻ പുതിയൊരു ലെയറും കൂടി എടുക്കുന്നുണ്ട്. ശേഷം ഒരു ഫോർഗ്രൗണ്ട് കളറിൽ ബ്ലാക്ക് ആണ് കൊടുക്കുന്നുണ്ട്. അത് ഓക്കെ അടിച്ചതിന് ശേഷം ബ്രഷ് ടൂൾ എടുത്ത് നമ്മുടെ ആ ഒരു ബ്രഷ് ഹാർഡ്നെസ് ഒക്കെ കുറച്ച് ഒരു ബ്രഷ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഒരു ഭാഗത്തായിട്ട് ആദ്യം ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ബ്രഷിൽ ഇതേപോലെ ബ്രഷ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ടോപ്പിൽ നിന്ന് ഇതേപോലെ ഷിഫ്റ്റ് പിടിച്ച് താഴെ ഇതാക്കുന്നുണ്ട്. ഇത് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് വലിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ലെയർ 5 എന്നുള്ള ഒരു ലെയർ ഒരു ബർഗറിൻ്റെ ആ ഒരു ഇമേജിൻ്റെ ലെയറിൻ്റെ മുകളിലായിട്ടാണ് ഉള്ളത്. അതിന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ആ ഒരു ഇമേജിൻ്റെ താഴെയായിട്ട് ഇടുന്നുണ്ട്. പക്ഷെ അതേപോലെ ആ ഒരു ഷാഡോൻ്റെ ഒപ്പാസിറ്റി ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ ഇനിയൊരു ലെയറും കൂടി എടുക്കുന്നുണ്ട്. ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം ഞാൻ അതേപോലെ ചെറുതാക്കി ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ശേഷം അതേപോലെ തന്നെ ഷിഫ്റ്റ് പിടിച്ച് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ എൻ്റർ അടിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഷാഡോ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പാസിറ്റി അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്തുള്ള ഷാഡോ ആണ്. അതിനായിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഒരു ഷാഡോയെ കൺട്രോൾ അടിച്ച് കോപ്പി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷാഡോ കൂടി അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലെയർ 5 അതായത് നമ്മൾ ആദ്യത്തെ ഷാഡോയുടെ ഒന്ന് ലെയർ മാസ്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു നമ്മൾ മാസ്ക് ചെയ്ത ആ ഒരു ലെയറിലായിട്ട് ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് ആക്കിയിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഷാഡോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിനി ഈ ഒരു ബർഗർ അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആ ഒരു ലെയർ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ലോക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ മൂവ് ചെയ്യുമ്പോഴൊന്നും ബാക്ക്ഗ്രൗണ്ട് മൂവ് ആകത്തില്ല. അതായത് നമ്മൾ ഇമാജൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ മൂവ് ആവുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇനി ഈ ഒരു ബർഗറിൻ്റെ ഇമാജിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡാണ് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ആ ഒരു ഇമാജിൻ ലെയർ എടുത്തതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുത്തതിൽ എക്സ്പോസ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ പ്രോപ്പർട്ടീസിലേക്ക് വരും. ഞാൻ ആദ്യം ഇവിടെ ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ശേഷം ഇതിൻ്റെ എക്സ്പോസ് ഞാനൊന്ന് കുറച്ച് വെക്കുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 2 ആക്കി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കറക്ഷനും ഇതേപോലെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ആ ഒരു എക്സ്പോസിൻ്റെ ആ ഒരു ലെയർ എടുത്തതിന് ശേഷം കൺട്രോൾ അടിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ കൺട്രോൾ അടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ബ്ലാക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. അതിനുശേഷം ബ്രഷ് ടൂൾ എടുത്ത് ഞാൻ ഒരു ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതേപോലെ ഏകദേശം ഞാൻ ഈ ഒരു ഷെയ്ഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ബർഗർ അതായത് ആദ്യത്തെ ആ ഒരു ബർഗർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇനിയൊരു ബർഗറും കൂടി വേണം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ബർഗർ 1 എന്ന് പറഞ്ഞ് ഇതൊന്ന് ഗ്രൂപ്പാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു എക്സ്പോസ് 1 മുതൽ ലെയർ 5 വരെയുള്ളതിനെ ഞാൻ ഗ്രൂപ്പായിട്ടാണ് വെക്കുന്നുള്ളത്. ഇനി ഒരു ബർഗർ കൂടി ഞാൻ ഇതേപോലെ തന്നെ ഒരു ബർഗറും കൂടി ഇതിൽ കൊണ്ടുവെക്കുന്നുണ്ട്. ഈ ഒരു ബർഗറാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇത് അതേപോലെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഭാഗത്തായിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതേപോലെയാണ് ഞാൻ ഈ ഒരു ബർഗറിൽ എന്തൊക്കെയാണ് ചെയ്തത് അതേ സെയിം സംഭവങ്ങളാണ് ഇതിലും ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കതിൽ ഷാഡോ ഇട്ട് വെക്കാം. ഞാൻ ഈ ഒരു ഷാഡും കൂടി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഷാഡോ ആവശ്യമുള്ളത്. ഇതേ ഷാഡോ തന്നെ ഞാനൊന്ന് കൺട്രോൾ ചെയ്ത് കോപ്പി ചെയ്ത് ഒരു ഭാഗത്തേക്ക് വെക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഷാഡോ ഇതിൽ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്.
സെയിം നമ്മൾ ആദ്യത്തെ ബർഗറിൽ ചെയ്ത പോലെ തന്നെയാണ് ഇതിലും ചെയ്യുന്നുള്ളത്. നമുക്ക് അതേപോലെ തന്നെ ആ ഒരു ബർഗറിൻ്റെ കളറും കൂടിയാണ് ചെയ്യാൻ ബാക്കിയുള്ളത്. ലെയർസ്, അതായത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുത്തിട്ട് എക്സ്പോസ്, അതായത് ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് ക്ലിപ്പിംഗ് മാസ്ക് ആക്കാനുള്ളത്. അത് വെച്ച് ഞാൻ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ 2 ബർഗർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതും കൂടി ഒന്ന് ഗ്രൂപ്പാക്കി വെക്കുന്നുണ്ട്. എക്സ്പോസ് മുതൽ ലെയർ 7 വരെയുള്ളത് ഒരു ഗ്രൂപ്പാക്കി ഞാൻ ബർഗർ 2 എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഈ ഒരു പോസ്റ്റർ നോക്കിയാൽ കാണാം, നമുക്ക് ഇനി ഒരു ചില്ലിയുടെ ഒരു ഇമേജാണ് വേണ്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ ആ ഒരു ഇമേജും കൂടി ഇവിടെ എടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഭാഗത്ത് ഞാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്കാണ് ഷാഡോ ഇടാനുള്ളത്. പുതിയൊരു ലെയർ എടുത്ത് ബർഗറിനൊക്കെ ചെയ്തതുപോലെ തന്നെ ഞാൻ ഓപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതേ ഒരു ചില്ലിയും തന്നെ ഞാനിവിടെ കോപ്പിയാക്കി വീണ്ടും എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഞാനതൊന്ന് വലുതാക്കി വെക്കുന്നുണ്ട്. ഏകദേശം ഒരു സൈസിലായിട്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന്, അതായത് ഒരു ബ്ലർ, ആ ഒരു ചില്ലി ഇത് അവിടെ ഒരു ബ്ലർ ആയിട്ടാണ് നിൽക്കുന്നുള്ളത്. അതേപോലെ തന്നെ ഇതുപോലെയാണ് ഇവിടെ ഉള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ബ്ലർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഫിൽറ്ററിൽ ബ്ലർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് ഞാൻ മോഷൻ ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുള്ളത് വെച്ച് നിങ്ങൾക്ക് ഇതേപോലെ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ബ്ലർ എത്രയാണ് വേണ്ടത് അത്ര നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചില്ലി ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലെയർ എടുത്ത്, അതായത് ഞാൻ ആ ബർഗർ വേണമെന്നുള്ള ആ ഒരു ലെയർ ഒന്ന് കുറച്ച് വലുതാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇത്ര വലുപ്പത്തിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു രണ്ടാമത്തെ ബർഗറും വലുതാക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് ആ ഒരു ടൈപ്പാണ്, ആ ഒരു ക്യാപ്ഷൻ ഉണ്ട്, സ്പൈസി ക്രിസ്പി നീതി, ആ ഒരു ടൈപ്പാണ് ഇനി വേണ്ടത്. ഞാനിതൊന്ന് ടോട്ടലായിട്ട് മൊത്തത്തിലൊന്ന് താഴോട്ടേക്ക് വലിക്കുന്നുണ്ട്. ഒരു ബർഗറും അതേപോലെ തന്നെ ആ ഒരു ചില്ലിയൊക്കെ. നമുക്ക് ആ ടൈപ്പാണ് ഇനി വേണ്ടത്. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ ഒരു ടൈപ്പിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വൈറ്റിലാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. ഞാൻ ഏകദേശം ഇതൊന്ന് സെൻറ്ററിലാക്കി വെക്കുന്നുണ്ട്. നമുക്കതിന് താഴെയായിട്ടുള്ളത് ചിക്കൻ ബർഗറിനാണ്. അതും കൂടി ഇതൊന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതും ഏകദേശം ഒരു ഭാഗത്തായിട്ട് ഞാനൊന്ന് സെൻറ്ററിൽ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്യാപ്ഷനുമായി അതേപോലെ തന്നെ ഒരു ബർഗർ ആയിട്ടുണ്ട്. ഞാൻ ഈ ക്യാപ്ഷന് ഒന്ന് ടോട്ടലി വലുതാക്കി കൊടുക്കുന്നുണ്ട്.
ഏകദേശം ഒരു സൈസിലേക്ക് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഇത് നമ്മൾ ആ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഞാൻ താഴോട്ട് വലിക്കുന്നുണ്ട്. ഇതേപോലെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ആ ഒരു ബർഗറിൻ്റെ ആ ഒരു പോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയത് ഈ ഒരു പോസ്റ്ററാണ്. ഇതേപോലെ നിങ്ങൾക്ക് ടൂൾസ് ഉപയോഗിച്ച് പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു പോസ്റ്റർ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഷോർട്ട് കീ ആയിട്ട് Ctrl+S ആണ് വരുന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫയലിൽ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഫയൽ നെയിമിൻ്റെ അടുത്ത് നിങ്ങൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ നെയിം ഒന്ന് കൊടുത്താൽ മതി. ഈ സേവ് ആസ് ടൈപ്പിൽ നമ്മൾ ഫോട്ടോഷോപ്പ് PST PDD PSDT ആണ് കൊടുക്കേണ്ടത്. സേവ് അടിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോസ്റ്റർ ഇമേജ് ആയിട്ട്, അതായത് ഇമേജ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഫയലിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫോർമാറ്റ് നമുക്ക് JPG ആണ് വേണ്ടത്, PNG അല്ല. JPG എടുത്തതിന് ശേഷം എക്സ്പോർട്ട് അടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഏത് ഫയലിലാണ് ഇട്ട് വെച്ചത് ആ ഒരു ഫയലിലേക്ക് ഫയൽ നെയിം ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഞാൻ സേവ് കൊടുക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് ഈ ഒരു ഫോൾഡറിൽ പോയി നോക്കാം. ഈ ഒരു പോസ്റ്ററാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ചത്. ഓക്കെ, ഇതോടെ നിങ്ങളെ ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നത്. അതായത് ടൂൾസും ഉള്ളായി, അതേപോലെ പോസ്റ്ററും കൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.